പ്രതിപക്ഷത്തിരിക്കാൻ രാഹുൽ ഗാന്ധിയും സംഘവും തീരുമാനിച്ചത് കൃത്യമായ തീരുമാനമാണ്. ചന്ദ്രബാബു നായിഡുവിനും നിതീഷ് കുമാറിനും ശിരോമണി അകാലിദളിനും മറ്റ് ഘടക കക്ഷികൾക്കുമൊക്കെ ഇടയിൽപ്പെട്ട ഒരു കളിപ്പാവയെ പോലെ പ്രവർത്തിക്കേണ്ടി വരുന്ന നരേന്ദ്രമോദിയെ പരമാവധി നരകിക്കാൻ വിടുക എന്ന ശാസ്ത്രമാണ് ഇവിടെ ഇന്ത്യ മുന്നണി കൈക്കൊണ്ടത് എന്ന് വളരെ വ്യക്തമാണ്. എന്തൊക്കെയായിരുന്നു? മുസ്ലിം വിരുദ്ധത, കെട്ടുതാലി മുസ്ലിങ്ങൾക്ക് കൊടുക്കൽ, രാമക്ഷേത്രം, ഹിന്ദു രാഷ്ട്രം, CAA, NRC, ഏകീകൃത സിവിൽ കോഡ്, അമ്പും വില്ലും, കൊലക്കേട മൂട്. എന്നിട്ട് ഇപ്പൊ എന്താ അവസ്ഥ? ഇനി അമിത്ഷായും മോദിയും അപ്പുറം ഇപ്പുറം ഇരുന്ന് തീരുമാനിക്കുന്ന പോലെ ഒരു കാര്യവും നടക്കില്ല. ഒരുപാട് പേരോട് ചോദിക്കേണ്ടി വരും, ഒരുപാട് പേരോട് മറുപടി പറയേണ്ടി വരും. പല തീരുമാനങ്ങളും എടുക്കാതിരിക്കാൻ അത് കാരണമാകും. പിന്നെ പലതും വിഴുങ്ങേണ്ടിയും വരും. സ്പീക്കർ പദവി, ആഭ്യന്തരമന്ത്രി പദവി, ധനകാര്യമന്ത്രി പദവി, അതുപോലെ തന്നെ ഗ്രാമവികസന വകുപ്പ്, റെയിൽവേ തുടങ്ങി തന്ത്രപ്രധാന പദവികളെല്ലാം ഘടകകക്ഷികൾ കൊണ്ടുപോകുമെന്നാണ് ഇപ്പോൾ വരുന്ന വിവരം.